നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാത്രിയിൽ ഒരുപോള കണ്ണടയ്ക്കാതെ, ജലപാനം കഴിക്കാതെ, ഒടുവിൽ രക്തസമ്മർദ്ദം കൂടി, ചങ്കിടിപ്പ് ഉയർന്ന് ഹൃദയ സംബന്ധമായ പ്രമേഹ രോഗമുള്ള തന്ത്രിക്ക് ജീവൻ പോലും അപകടത്തിലാകുമെന്ന സൂചന ജയിൽ അധികൃതർക്ക് കിട്ടി. അങ്ങനെയാണ് തൊട്ടു പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും 24 മണിക്കൂർ ICUവിൽ ഒബ്സർവേഷന് കയറ്റിയതും. നിരപരാധിയാണെന്ന് പറഞ്ഞ് ജയിൽ സൂപ്രണ്ടിന് മുന്നിൽ തന്ത്രി പൊട്ടിക്കരയുന്നൊരു കാഴ്ചയായിരുന്നു പിറ്റേ ദിവസം ജയിലിലെ പ്രിസൺ ഓഫീസർമാർക്ക് കാണാനായി സാധിച്ചത്. മറ്റു പ്രതികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കേണ്ടി വന്നിരിക്കുന്നു അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയൻ. എന്ത് ഗതികേടെന്നാണ് സാക്ഷര കേരളം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ജയിലിൽ അനുഭവിച്ച കഠിന മാനസിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവര് ജയിലിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിയത്. തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലെ സെല്ലിൽ പ്രവേശിപ്പിച്ചത് മുതൽ പിറ്റേ ദിവസം വരെ തന്ത്രി ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിരുന്നുവെന്നാണ് പോലീസ് അധികൃതർ പറയുന്നത്. ജയിൽ അധികൃതരും ഇത് ശരിവെക്കുന്നുണ്ട്. രാവിലെ ജയിൽ സൂപ്രണ്ടിനെ കണ്ടപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു തന്ത്രി ചെയ്തത്. താൻ ഇതിലൊന്നും തന്നെ ഉൾപ്പെട്ടയാളല്ല, തന്നെ ചതിച്ചതാണ്, താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു കരഞ്ഞു. സൂപ്രണ്ടിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ആശ്വസിപ്പിച്ചു. കരച്ചിലടക്കാൻ കഴിയാതെ ഒരു തന്ത്രി കരയുന്നത് കണ്ട് ജയിൽ സൂപ്രണ്ട് മറ്റുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നത് രോഗാവസ്ഥ മൂർച്ഛിക്കാൻ കാരണമായി. മാനസികമായുണ്ടായ അസ്വസ്ഥത ശാരീരികമായി അവശനാക്കി. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിൽ തന്ത്രി എത്തിയത്. നിരീക്ഷണത്തിൽ തുടരുകയായിരുന്നു ഇത്രയും നേരം തന്ത്രി. മെഡിസിൻ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ICUവിലേക്ക് മാറ്റിയത്. ഇന്നലെ രാവിലെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ തന്ത്രിക്ക് അനുഭവപ്പെട്ടു. അതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തി പരിശോധന നടത്തിയത്. ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരുന്നു എത്തിച്ചത്. അവിടുത്തെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം വിദഗ്ധ പരിശോധന നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ നിരീക്ഷണത്തിനായി ICUവിലേക്ക് പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ പ്രാതലിനായി ഉപ്പുമാവായിരുന്നു അദ്ദേഹം കഴിച്ചത്. ഉച്ചഭക്ഷണത്തിനോട് വിമുഖത കാട്ടി. കാരണം ജയിൽ മെനുവിൽ മട്ടൻ കറിയായിരുന്നു അന്ന് ഉച്ചയ്ക്ക് നൽകാനിരുന്നതെന്ന് അറിഞ്ഞതോടെ അത് തനിക്ക് കഴിക്കാൻ കഴിയില്ല, താൻ സസ്യാഹാരിയാണ്, തനിക്കൊരു തരത്തിലും മാംസം ഭക്ഷിക്കാൻ സാധിക്കില്ല, അത്തരത്തിൽ തന്നെ പീഡിപ്പിക്കരുതെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടു. തന്ത്രിയുടെ പശ്ചാത്തലവും താല്പര്യവും ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകം സജ്ജീകരിച്ചാണ് അധികൃതർ തന്ത്രിക്ക് ഭക്ഷണം കൊടുത്തത്. അതിനിടയിൽ രോഗം കൂടുതൽ വഷളാവുകയും ചെയ്തു. ആരോഗ്യനിലയിൽ പൊടുന്നനെയുണ്ടായ മാറ്റവും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ജയിൽ അധികൃതർക്ക് മനസ്സിലായപ്പോഴാണ് ജയിൽ ഡോക്ടറെ വിളിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ രക്തസമ്മർദ്ദത്തിൽ പ്രകടമായ രീതിയിൽ വ്യതിയാനമുണ്ടായി. ഉറങ്ങാതിരുന്നതും മാനസികമായുണ്ടായ ബുദ്ധിമുട്ടുമൊക്കെ ഇതിന് കാരണമായെന്നാണ് മെഡിക്കൽ സംഘം ഇപ്പോൾ പറയുന്നത്. എന്തായിരുന്നാലും പരിശോധനകൾക്ക് ശേഷം തിരികെ ജയിലിലേക്ക് മടങ്ങിപ്പോവുകയാണ് തന്ത്രി. അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയൻ എന്ന് അവകാശപ്പെടുന്ന ഈ തന്ത്രി സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായത് അഴിമതി നിരോധന നിയമപ്രകാരമായിരുന്നു. കാരണം ഇതൊക്കെ തന്നെ തടയാനുള്ള അധികാരമുണ്ടായിട്ടും മൗനാനുവാദം നൽകുകയായിരുന്നു ഇദ്ദേഹം. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രിയെ പ്രതിയാക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ചൊവ്വാഴ്ച കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും കൊടുക്കുന്നു. തന്ത്രിക്ക് ദേവസ്വം മാനുവൽ ലംഘനങ്ങളിൽ വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. സ്വർണം ചെമ്പാക്കിയ മഹസറിൽ ഒപ്പിട്ടതിലും UB ഗ്രൂപ്പ് സ്വർണം പൂശിയതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ ചുമതലകളും അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും വ്യക്തമാണെന്ന് SIT പറയുന്നുണ്ട്. ഇതുവരെ സ്വർണ്ണക്കൊള്ള കേസുമായി 11 പേരെയാണ് SIT സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിലടക്കം വിശദമായ അന്വേഷണത്തിന് SIT തയ്യാറെടുക്കുന്നു. തന്ത്രിയുമായി ഇടപെട്ട വിവിധയിടങ്ങളിൽ പരിശോധനയ്ക്കുള്ള സാധ്യതയും കൂടുതലാണ്. നേരത്തെ കണ്ഠരര് രാജീവർക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ SIT ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് കണ്ടെത്തിയത്. തന്ത്രി ആചാര ലംഘനം നടത്തി, ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് SIT വ്യക്തമാക്കുന്നുണ്ട്. പൊറ്റിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം പാളികൾ കൊടുത്ത സമയത്ത് തന്ത്രിക്ക് ഇടപെട്ടത് തടയാമായിരുന്നു. പക്ഷേ തന്ത്രി തടഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനുള്ള മൗനാനുവാദം കൊടുക്കുകയുമായിരുന്നു ചെയ്തത്. ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി ക്ഷേത്ര ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അത് ലംഘിക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും അവിടെ നടക്കാൻ അനുവദിക്കരുത്. കട്ടിളപ്പാളി കൊണ്ടുപോയത് അനുമതിയോടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നാണ് SITയുടെ ചോദ്യം. റിമാൻഡ് റിപ്പോർട്ടിലും അത് പരാമർശിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാകട്ടെ തന്ത്രിയുടെ സന്തത സഹചാരിയാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. ആ മൊഴി സ്ഥിരീകരിക്കുന്നു.
മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത ജീവനക്കാരും. 2 പതിറ്റാണ്ട് കാലത്തെ ആത്മബന്ധം. 2004 ബംഗളൂരു ജലഹള്ളി ശ്രീരാംപൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായിരുന്നു ഈ പോറ്റി. അവിടുത്തെ തന്ത്രിയായിരുന്നു കണ്ഠരര് രാജീവർ. ഈ ബന്ധമാണ് പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചതെന്നാണ് SIT പറയുന്നത്. അതിനുവേണ്ടി ആലപ്പുഴ സ്വദേശിയായ പരികർമ്മിക്ക് സഹായിയായി പോറ്റിയെ തന്ത്രി തന്നെ നിശ്ചയിച്ചു. അതിനുശേഷം പരികർമ്മി പോലും പോറ്റിയെ നേരിട്ട് കാണുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2007 തന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് പോറ്റിയെ പരികർമ്മി ആക്കിയത് എന്നതും കണ്ടെത്താൻ കഴിഞ്ഞു. 2012-14 കാലയളവിൽ കീഴ്ശാന്തിയാക്കി. 2014 ആയപ്പോഴേക്കും പോറ്റി ശബരിമല മേൽശാന്തിയുടെ സഹായിയായി. പിന്നീട് തന്ത്രി കുടുംബാംഗത്തെ പോലെയായി ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിൽ അധികാരമുള്ള വ്യക്തിയായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വ്യവസായികളായ തീർത്ഥാടകരെ തന്ത്രി കുടുംബവുമായി ബന്ധിപ്പിക്കുന്ന മുഖ്യ കണ്ണിയായി പോറ്റി മാറി. പുതിയ കൊടിമരത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഘട്ടത്തിലും തന്ത്രിയുടെ പ്രതിനിധിയായി മുഴുവൻ സമയവും ഈ പോറ്റി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് തന്ത്രി കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ചില സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പോറ്റി ശ്രമം തുടങ്ങി. അതിൻ്റെ ഭാഗമാണ് ശബരിമലയിൽ നിന്നും കട്ടെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ്റെ വീട്ടിൽ തന്ത്രി കുടുംബത്തിലെ കണ്ഠരര് മഹേഷ് മോഹൻ്റെ 2023 പൂജയ്ക്കെത്തിച്ചത്. പോറ്റി വഴിയായിരുന്നു അന്ന് താൻ പൂജയ്ക്ക് പോയതെന്നാണ് ഇപ്പോഴത്തെ ശബരിമല തന്ത്രി കൂടിയായിട്ടുള്ള മഹേഷ് മോഹനും സമ്മതിച്ചത്. എന്നാൽ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ബാങ്ക് രേഖകൾ കസ്റ്റഡിയിലെടുത്തെങ്കിൽ പോലും കാര്യമായ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സാമ്പത്തിക ഇടപാടൊക്കെ തന്നെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള കാര്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന് വേണം കരുതേണ്ടത്. പാസ്ബുക്കും ചെക്കും ഉൾപ്പെടെയുള്ള രേഖകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച ദിവസം പകൽ 2:30 DYSP സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മുണ്ടൻകാവിലെ താഴ്മൺ മഠത്തിലെത്തിയ 8 അംഗ അന്വേഷണ സംഘം രാത്രി 8 മണിക്കൂറിലധികം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് 10:45 മടങ്ങിയത്. അറസ്റ്റ് ചെയ്ത തന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുന്നതിന് സമയത്ത് തന്നെയായിരുന്നു ഈ പരിശോധനയും നടന്നത്. വീട്ടിലെ റെയ്ഡിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു എത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.